അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതിലെ വീഴ്ചയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് വിശദീകരണം തേടി കോടതി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുധീർ കല്ലന തലശ്ശേരി സ്പെഷ്യൽ കോടതി നോട്ടീസ് അയച്ചു. അതേസമയം പ്രതി ഡോക്ടർ എം.കെ. റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ അനുമതി തേടി അന്വേഷണ സംഘം സമർപ്പിച്ച അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. ഇപ്പോൾ വിവരങ്ങളുമായി സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. സന്തോഷ്, ഈ നിതിൻ രാജ് കൊല്ലപ്പെട്ടതിന് ശേഷം ഏറെ ദിവസത്തിന് ശേഷമാണ് ഈ ഡോക്ടർ റാമിനെ പിടികൂടാൻ പോലീസിനായത്. ഇതിനെതിരെ കുടുംബമൊക്കെ രംഗത്ത് വന്നിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ഡോക്ടർ റാം എവിടെയാണെന്ന് വ്യക്തമായിട്ട് പോലും പോലീസ് റാമിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു എന്നൊരു നിലപാടിലേക്ക് കുടുംബം എത്തിയിരുന്നു. കുടുംബം അതേ തുടർന്ന് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയ 2 ദിവസത്തിന് ശേഷം ഈ ഡോക്ടർ റാമിനെ പോലീസ് നാടകീയമായി പിടികൂടുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ പോലീസിനെതിരെ കോടതി, അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് കോടതി വിമർശിച്ചിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും കേരളം മുഴുവൻ ആകെ ഞെട്ടലോടെ കണ്ട ഒരു സംഭവമായിരുന്നു ഈ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവം. അതിൽ പ്രതികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും കേരളം കണ്ടതാണ്. കാരണം ഒരു വിദ്യാർത്ഥി ഈ ഒരു അധ്യാപകരുടെ മാനസിക പീഡനം കൊണ്ട് ജീവനൊടുക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വലിയ വിവാദമായ ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നും നിതിൻ രാജിൻ്റെ കുടുംബത്തിന് നീതി വേണം എന്നുള്ളതും കേരളത്തിൻ്റെ ഒരു പൊതുവായ ആവശ്യം കൂടിയായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസിന് ഈ അന്വേഷണത്തിൽ തുടരെ വീഴ്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി 100 ദിവസത്തിന് ശേഷം ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അറസ്റ്റ് ചെയ്ത നടപടിക്രമങ്ങളിലെ വീഴ്ചയുണ്ടായത് കാരണം പ്രതിയെ കോടതി വിട്ടയക്കുന്ന ഒരു അസാധാരണ സാഹചര്യമുണ്ടായി. കാരണം ഇതിൽ കാരണമായി കോടതി കണ്ടെത്തിയത് പ്രതിഭാഗത്തിൻ്റെ വാദമനുസരിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടുന്ന നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് പ്രതിയെ രേഖാമൂലം ബോധ്യപ്പെടുത്തേണ്ടുന്ന ബാധ്യത ഈ അന്വേഷണ സംഘത്തിനുണ്ട്. അത് ഈ പ്രതിയുടെ മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ഈ കാര്യങ്ങൾ വിശദമായി അവതരിപ്പിച്ച് അത് പ്രതിയെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം. എന്നാൽ ഈ നിതിൻ രാജ് കേസിൽ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ നടപടിക്രമം പാലിച്ചില്ല എന്നുള്ളത് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുകയും അത് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തതോടുകൂടിയാണ് ഈ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷമായ വിമർശനവും കോടതി ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു. ഏതായാലും അതിന് പിന്നാലെ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് സമാനതകളില്ലാത്ത പരാമർശങ്ങൾ, നേരത്തെ അടുത്ത കാലത്തൊന്നും പോലീസിനെതിരെ ഇത്ര രൂക്ഷമായ ഒരു വിമർശനം ഹൈക്കോടതി നടത്തിയിട്ടില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പാരിതോഷികം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് സംശയിക്കണം. മാത്രമല്ല ഈ പോലീസിൻ്റെ സംവിധാനം മുഴുവൻ പ്രതിയെ രക്ഷിക്കുന്നതിനായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള സംശയങ്ങൾ കോടതി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഈ ഒരു DYSPയും CIയും വളരെ പരിചയസമ്പന്നരായ ഈ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിൽ സാധാരണ നിലയിൽ ഒരു പോരായ്മ സംഭവിക്കാറില്ല. ആദ്യമായിട്ടല്ല അവർ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ പ്രതിക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കുകയാണ് ഈ പോലീസ് ചെയ്തത്. ഒരു ഗൂഢാലോചന, ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുകളി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ശക്തമായി നിലനിൽക്കുന്നത്. അത് നിയമ സംവിധാനങ്ങളെക്കുറിച്ച് അറിയുന്നവർക്കും ഈ നിയമപരമായിട്ടുള്ള നിയമവിദഗ്ധന്മാരും എല്ലാം തന്നെ ഇതിൽ സംഭവിച്ചിട്ടുള്ള, പോലീസിന് സംഭവിച്ചിട്ടുള്ള ഈ ഒരു വീഴ്ച, കനത്ത വീഴ്ച എന്ന് പറയുന്നത് അത് യാദർച്ഛികമല്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രതിയെ കുടുംബത്തിന് തുടർച്ചയായിട്ടുള്ള ആവശ്യങ്ങൾ, പ്രതിഷേധങ്ങൾ, ഇതിനെല്ലാം ശേഷം അറസ്റ്റ് ചെയ്യ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും കോടതി വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പ്രതിയെ ഇനി അറസ്റ്റ് ചെയ്യണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അനുമതിക്കായി ഇപ്പോൾ അന്വേഷണ സംഘം തലശ്ശേരി SC/ST സ്പെഷ്യൽ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി ഇന്ന് ഈ വിഷയം, അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇതിന് പുറത്ത് ഈ അപേക്ഷയിലുള്ള വാദം കേൾക്കും. ആ വാദം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും അറസ്റ്റിന് അനുമതി നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അറസ്റ്റിന് അനുമതി നൽകിയാൽ പ്രതിയെ ഈ പോലീസിന്, അന്വേഷണ സംഘത്തിന് വീണ്ടും അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ നടപടികളിൽ ഉണ്ടായിട്ടുള്ള ഈ പാകപ്പിഴവുകൾ അത് പ്രതിക്ക് വീണ്ടും തുടർ നിയമ നടപടികൾക്ക് അനുകൂലമാകുന്ന വിധത്തിലുള്ള സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർച്ചയായി കോടതിയിൽ നിന്നും അന്വേഷണ സംഘം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. സെഷൻസ്
ഇത് പരിഗണിക്കുന്ന കോടതിയിൽ നിന്നും സ്പെഷ്യൽ കോടതിയിൽ നിന്നും മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്നും ഉൾപ്പെടെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് പോലീസിന് നേരിടേണ്ടി വരുന്നത്. പോലീസിനെതിരെയുള്ള വിമർശനം മാത്രമല്ല, ഹൈക്കോടതി സർക്കാരിനെതിരെയുള്ള വിമർശനം കൂടിയായാണ് അത്തരം പരാമർശങ്ങൾ നടത്തിയത്. കാരണം ഇത്തരത്തിലുള്ള പ്രമാദമായ കേസുകളിൽ പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള മേൽനോട്ടവും ഇടപെടലും സാധാരണ രീതിയിൽ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ അത് ഭരണ സംവിധാനത്തിൻ്റെ വീഴ്ചയാണ് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം കൂടി ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും തലയൂരാൻ കഴിയില്ല. പക്ഷേ ഇനി നമുക്ക് മനസ്സിലാക്കുന്നത് പ്രകാരം ഈ ഒരു മുഖം രക്ഷിക്കുന്ന നടപടികളുടെ ഭാഗമായി ഒരു പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഈ നേരത്തെ പിഴവ് പറ്റിയ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാനുള്ള ശ്രമവും ആഭ്യന്തര വകുപ്പ് നടത്തുന്നുണ്ട്. ഏതായാലും ഇത് കേരളത്തിലെ ഒരു കേസന്വേഷണ ചരിത്രത്തിൽ പോലീസിന് ഒരു തീരാ കളങ്കമായി മാറിയ ഒരു സംഭവമായി നിതിൻ രാജ് കേസിലെ ഈ പ്രതി കോടതിയിൽ നിന്നും വിട്ടയക്കുന്ന സാഹചര്യം സംജാതമാക്കിയ ഈ സംഭവം മാറിയിരിക്കുകയാണ്. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.